റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ആസ്തി മൂല്യം തിട്ടപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിശദമായ രൂപരേഖ തയ്യാറാക്കി ദേവസ്വം സെക്രട്ടറി ഡോക്ടർ MG രാജമാണിക്യം അടുത്ത ദിവസം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള, ഗുരുവായൂർ ദേവസ്വത്തിലെ സ്വർണ്ണത്തിന്റെ കണക്ക് എന്നിവയിൽ അവ്യക്തത തുടരുന്നു. ഈ വിവാദങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടി. പല ക്ഷേത്രങ്ങളിലും ദേവസ്വം രേഖകളിൽ മാത്രമാണ് ആസ്തി വിവരമുള്ളത്. MG പ്രതീഷുണ്ട്. MG പ്രതീഷ്, അത് ശരിയാണ്, ദേവസ്വം ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ സ്വത്തുക്കൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും ആർക്കും വലിയ ധാരണയൊന്നുമില്ല. അടിച്ചുകൊണ്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതാണ്. അതൊന്നും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ചിലയിടത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ചിലയിടത്തില്ല എന്ന് പറയുന്നു. ഗുരുവായൂരും നമ്മുടെ ശബരിമലയിലും ഒക്കെ അതാണ് നമ്മൾ കണ്ടതും. അതിന് ഒരു അന്ത്യം കുറിക്കുക, കൃത്യമായി എല്ലാത്തിനും ഒരു കണക്ക് വേണം എന്നാണോ ഇപ്പോൾ എടുത്ത ഈ തീരുമാനത്തിന് പിന്നിൽ? അരുൺകുമാർ, തീർച്ചയായും ഒരു നിർണായക തീരുമാനത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ഉയരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ സമഗ്രമായ കണക്കെടുപ്പിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ രൂപരേഖ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം സർക്കാരിന് സമർപ്പിക്കും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ റിപ്പോർട്ട് ദേവസ്വം മന്ത്രിക്ക് സമർപ്പിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷം ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ആസ്തികൾ എണ്ണി തിട്ടപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ദേവസ്വം ബോർഡുകളുടെയും ആസ്തികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖകളിൽ മാത്രമാണ് ഉള്ളത്. ഒരു കൃത്യമായൊരു പരിശോധന ഈ അടുത്തെങ്കിലും തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആസ്തികൾ, അത് ഭൂമി ആയാലും ഒപ്പം അവിടെയുള്ള സ്വർണ്ണ ആഭരണങ്ങളുടെ കണക്കെടുപ്പ് ഉൾപ്പെടെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ഇതുമായി ബന്ധപ്പെട്ട തുടർ വിവാദങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് സർക്കാർ അത്തരത്തിലൊരു നടപടികളിലേക്ക് കൂടി കടക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് മുഴുവൻ ക്ഷേത്രങ്ങളിലും പരിശോധന നടത്തി ഇത് കൃത്യമായി രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്രമക്കേടുകളൊക്കെ തന്നെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്ന് കൂടി സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. അരുൺകുമാർ, താങ്ക് യു പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. MG പ്രതീഷ്. താങ്ക് യു MG പ്രതീഷ്.